സോ ഫസ്റ്റ് നമുക്കുള്ളത് മോഡ്യൂൾ 1 നമ്മൾ ആദ്യം കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതില് സെറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് നൊട്ടേഷൻസ് ആണ് പഠിക്കുന്നത്. നൊട്ടേഷൻ 6 എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിനെയാണ് നമ്മൾ 6 എന്ന് നൊട്ടേഷൻ കൊടുക്കുന്നത്. പിന്നെയോ ഏതൊരു നൊട്ടേഷന്റെ മുകളിൽ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ അത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സും മൈനസ് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സും. അപ്പൊ നമുക്ക് ഈ റിയൽ നമ്പറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് റേഷണൽ നമ്പർ എന്നും മറ്റേത് ഇറേഷണൽ നമ്പർ എന്നും. റേഷണൽ നമ്പർ മീൻസ് എന്താണ്? അത് p/q ഫോമിൽ എഴുതാൻ പറ്റും. p യും q എല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. q നോട്ട് ഈക്വൽ ടു 0. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? നൊട്ടേഷൻ സെറ്റ് ആണ്. -2 അതായത് എന്താണ് ഇങ്ങനെ ഇപ്പൊ ഇൻറ്റീജേഴ്സിന് എക്സാമ്പിൾ പറയാം 0, 1, 2, 3 എക്സെട്ര അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ -1, -2, -3 എക്സെട്ര അതും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് നോൺ സീറോ ഇൻറ്റീജേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 1, 2, 3 നമുക്ക് കിട്ടും. പിന്നെന്താ? ഇറേഷണൽ നമ്പറിന്റെ നൊട്ടേഷൻ ആണ് q. ഇറാഷണൽ നമ്പേഴ്സിന്റെ നൊട്ടേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് q കോംപ്ലിമെന്റ്. ഇവിടെ നാം പറഞ്ഞല്ലോ റേഷണൽ നമ്പർ p/q ആണ്. p യും q ഇൻറ്റീജേഴ്സ് ആണ്. q നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെന്താ? സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിൻറ്റ് ഒബ്ജക്റ്റ് കോൾഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ്. ഇപ്പൊ ഒരു സെറ്റിന് എക്സാമ്പിൾ പറയാച്ചാൽ 1, 2, 3 a equal to 1, 2, 3 എഴുതാണെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. നമ്മളെ നൊട്ടേഷൻ ഇതാണ് 1 എലമെന്റ് ഓഫ് എ. ഇതിലില്ലാത്ത ആൾക്കാരെ നമ്മൾ എങ്ങനെ എഴുതും? 5 നോട്ട് എലമെന്റ് ഓഫ് എ. ഇങ്ങനെ നോട്ട് എലമെന്റ് നമുക്ക് എഴുതാം. ഇങ്ങനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോസ്റ്റർ ഫോം എന്ന് പറയാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സെറ്റ് വീസ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് AEIOU ആണ്. ഇനി ഇവിടെ കുറച്ച് നൊട്ടേഷൻസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവെലിന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഇൻക്ലൂഡഡ് എന്നാണ്. ഇപ്പൊ A, B എന്ന് ഞാൻ എഴുതാണെങ്കിൽ എയും ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ തന്നെ p യും ഇൻക്ലൂഡഡ് ആണ്. എവിടെയെങ്കിലും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല. പിന്നെ രണ്ട് സെറ്റ് എപ്പോഴാണ് നമ്മൾ എന്ന് പറയാ? അതിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സെറ്റ് ഈക്വൽ ആന്ന് പറയാ. പിന്നെ നമുക്ക് ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോമാണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പോ നോർമലി യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ എന്താ ചെയ്യാറ്? ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് സർക്കിൾസോ ഏത് ജോമെട്രിക് ഫിഗേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നോർമലി നമ്മൾ ഈ റെക്റ്റാങ്കിളും സർക്കിളും വെച്ചിട്ടാണ് വെൻ ഡയഗ്രാം വരയ്ക്കാറുള്ളത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡ്രോ വെൻ ഡയഗ്രാം ഓഫ് സെറ്റ് ഓഫ് വവൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളില് AEIOU എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാമിലുള്ള റെപ്രസെന്റേഷൻ. ഓക്കെ. പിന്നെ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് സബ്സെറ്റ് ആവണമെങ്കിൽ ഇപ്പോ ഞാൻ പറയാണ് A സബ്സെറ്റ് ഓഫ് B എന്ന് പറയുകയാണെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം. ഓക്കെ. പിന്നെന്താണ്? ഇവിടെ എക്സാമ്പിൾ പറയാച്ചാ ഇൻറ്റീജേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ് ഓഡ് ഇൻറ്റീജേഴ്സ് എന്നും അതേപോലെ തന്നെ ഈവൺ ഇൻറ്റീജേഴ്സും. ഇനി സൈസ് ഓഫ് എ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഇത് നമുക്കൊക്കെ ഓൾറെഡി അറിയുന്ന കേസ് ആണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലൊക്കെ പോണത്. ഇനി എസിന്റെ രണ്ട് സബ്സെറ്റുകളാണ്, ഒന്ന് 5ഉം മറ്റേത് ആ സെറ്റ് തന്നെ. 5 സെറ്റ് ആ സെറ്റിന്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല. ഞാൻ വെൻ ഡയഗ്രാം സബ്സെറ്റിന്റെ വെൻ ഡയഗ്രാം വരച്ചിട്ടുള്ളതാണ്. ബിന്റെ ഉള്ളിലാണ് എ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദ സെറ്റ് ഓഫ് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ 10. അപ്പോ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? 1, 2, 3, 4, 5 എന്ന് വരും. നൾ സെറ്റിന്റെ കാർഡിനാലിറ്റി 0 എന്നറിയാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ അതെന്താ? ഇനിയിപ്പോ കൗണ്ടബിൾ എന്നുള്ള ടേം കയറി വരും അല്ലേ? അപ്പൊ ഓക്കെ, നമുക്കിപ്പോ പറയാൻ പറ്റുന്നുണ്ട് ആ സെറ്റിന്റെ ഉള്ളില് 5 ആണ്, 6 ആണ്, 8 ആണ്, 9 ആണ്, അങ്ങനെ എത്ര എലമെന്റ്സ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് പറയുന്നു? ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നു.
ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എക്സാക്റ്റ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ടോ പറയാൻ. അതുകൊണ്ട് അതെന്താണ്, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റാണ്. കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ കൗണ്ടബിള്, അൺകൗണ്ടബിള്, അതുപോലെ തന്നെ ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് ഒക്കെ കാണാം. ഇനി ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പവർ സെറ്റ് ഓഫ് സെറ്റ് 0 1 2 3. ഈ എല്ലാ സെറ്റുകളുടെയും കളക്ഷൻ എടുത്ത് വിളിക്കുന്ന പേരാണ് എന്ത്, പവർ സെറ്റ്. 0 1 2 3 എന്ന സെറ്റിന്റെ പവർ സെറ്റ് എന്താന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് എഴുതാം, ആദ്യം നൾ സെറ്റ് എഴുതുന്നു, പിന്നെ ഫസ്റ്റ് ഒരു എലമെന്റ് ഉള്ള സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2, രണ്ട് എലമെന്റ്സ് ഉള്ള സെറ്റ് എഴുതാൻ പറഞ്ഞാൽ 0 1 0 2 കഴിഞ്ഞില്ലേ, 1 2. ഇനി എന്താണ്, മൂന്ന് എലമെന്റ്സ് ഉള്ള സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2. ഓക്കെ, ഇനി അടുത്ത് നമുക്കുള്ളത് പവർ സെറ്റ് ഓഫ് 5ൽ എന്താ ഉണ്ടാവുക, 5 തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോ സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, 2n എലമെന്റ്സ് ഉണ്ടാവും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എ ക്രോസ് ബി, ബി ക്രോസ് എ ഇതൊക്കെ കാണാൻ പറയും. ഓർഡേർഡ് n ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 a2 എക്സെട്ര an. ഇത് ഓർഡേർഡ് കളക്ഷൻ ആണ്. ഇതിൽ a1 തന്നെ ആവണം ഫസ്റ്റ് എലമെന്റ്, a2 സെക്കൻഡ് എലമെന്റ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ് എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നത് എന്താവണം എന്നില്ല, സെയിം ആവണം നിർബന്ധമില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്, എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു എ ബി സി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ക്രോസ് ബി. അപ്പൊ എന്താ ഉണ്ടാവുക, ഇപ്പൊ നോക്കൂ, എ ആയിട്ട് ഞാൻ 1 2 എഴുതി, ബി ആയിട്ട് എഴുതിയത് അടുത്ത എ ബി സി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എ ക്രോസ് ബിയിൽ ആരൊക്കെ ഉണ്ടാവും, ഫസ്റ്റത്തെ എലമെന്റ് 1a, 1b, 1c, അതേപോലെ തന്നെ 2a, 2b, 2c. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബി ക്രോസ് എയിൽ ആരൊക്കെ ഉണ്ടാവുക, a1 a2 ഇങ്ങനെ തിരിച്ചെഴുതി നമ്മള്. ബി ആയിട്ട് ഞാൻ എ ബി സിനെ ചൂസ് ചെയ്തു, എ ആയിട്ട് 1 2നെ ചൂസ് ചെയ്തു. അപ്പോ a1 b1 c1 അല്ലെ. അടുത്തത് എന്താ, a2 b2 c2. അപ്പൊ ഇതിങ്ങനെ എഴുതിയാലും അങ്ങനെ എഴുതിയാലും സെറ്റ് അല്ലേ, അത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എ ക്രോസ് ബി എന്നും ബി ക്രോസ് എയും സെയിം ആണോ വന്നേ, ഈ ഓർഡേർഡ് ടപ്പിൾ ഒക്കെ സെയിം ആവണമെങ്കിൽ അവരെ ഫസ്റ്റ് ആൾക്കാരും സെക്കൻഡ് ടേം എന്താവണം, സെയിം ആവണം. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് എ എന്നും ഒരു സെറ്റിൽ n എലമെന്റ്സ് അടുത്ത സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, m × n. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് വാട്ട് ആർ ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴും എയും ബിയും ഈക്വൽ ആവുക, അല്ലെങ്കിൽ ബി വലുതായിരിക്കണം. അപ്പോ അതിലുള്ള എലമെന്റ്സിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് കിട്ടും, 0 0, നെക്സ്റ്റ് 0 1 0 2, അടുത്തത് 1ൽ തുടങ്ങും 0 3, അടുത്ത് 1ൽ തുടങ്ങുന്നു 1 1 1 2 1 3, അവസാനിച്ചു. ഇനി 2ൽ തുടങ്ങുമ്പോൾ 2 2 2 3. ഇനി നമ്മളോട് ഓരോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറയാണ്, എ ക്രോസ് ബി ക്രോസ് സി. അപ്പൊ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, എയിൽ 2 എലമെന്റ്സ് ഉണ്ട്, ബിയിലും 2 എലമെന്റ്സ് ഉണ്ട്, സിയിലും 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 6 × 2 12 എലമെന്റ്സിനെയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പൊ ആദ്യം എ ക്രോസ് ബി ക്രോസ് സി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെങ്ങനെ എഴുതും, 0യും 1ഉം, പിന്നെ ഏതൊക്കെയുള്ളത് 1ഉം 2ഉം, പിന്നെ നമുക്ക് ഏതാണുള്ളത് 0 1 2. അപ്പോ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കാം, പിന്നെ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, ആദ്യം 0 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എങ്ങനെ ഇത് എഴുതണേ വെച്ചാൽ ഫസ്റ്റ് 0 1 0, അടുത്ത് ഞാൻ ആ 0 1നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ 0 1 1, അടുത്ത് എഴുതുമ്പോൾ 0 1 2. ഇനി ഞാൻ അടുത്തത് എന്ത് ചെയ്യുന്നു, 0 2നെ ഫിക്സ് ചെയ്യണു, 0 2 0, അടുത്ത് എഴുതുമ്പോൾ 0 2 1, നെക്സ്റ്റ് എഴുതുമ്പോൾ 0 2 2. ഓക്കെ,
അപ്പൊ ആ ഒരു പെയർ 16 ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? 12 എണ്ണം ഉണ്ട് എന്നാണ് പറയണത്. ഇനി സീറോന് പകരം ഞാൻ എന്താക്കുന്നു? സ്റ്റാർട്ടിങ്ങില് 1 ആക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വന്നു? 1 1 0. ഇവിടെയുള്ള സ്പേസിലുള്ള ആൾക്കാരൊക്കെ സെയിം കണ്ടോ? അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്തോന്നു? 1 1 0 1 1 1 1 1 2 1 2 0 1 2 1 1 2 2 എന്ന് എഴുതി. അങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കിയേക്കണത്. ആദ്യം ഒന്നിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ എന്ന് വിചാരിക്കണം. ഇനിയാണ് നമ്മൾ പഠിക്കുന്നത് യൂണിയൻ ഓഫ് എ സെറ്റ്. രണ്ട് സെറ്റിലുള്ള എലമെന്റ്സിനെ എടുത്ത് എഴുതണേനെയാണ് യൂണിയൻ എന്ന് പറയണത്. ഇതിനെ ഓർ എന്നാണ് പറയണത്. ഓർ എന്നാണ് നൊട്ടേഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇനി ഇഷ്ടം പോലെ കാണും യൂണിയൻ ഒക്കെ കണ്ടുപിടിക്കാൻ. ഇനി അടുത്തതുള്ളത് ഇന്റർസെക്ഷൻ. രണ്ടിലും ഇത് ഇപ്പൊ ഞാനൊരു സെറ്റ് തന്നു. ഇപ്പൊ A ഈക്വൽ ടു 1 2 3, B ഈക്വൽ ടു എന്ത് തന്നു? 2 3 തന്നു. അപ്പോ A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കൂടിയുള്ള എല്ലാ എലമെന്റ്സും. ഇപ്പൊ 1 2 3 നമുക്ക് കിട്ടി. A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടില് കോമൺ ആയിട്ടുള്ള ആൾക്കാർ. രണ്ടില് കോമൺ ആയിട്ട് ആരുള്ളത്? 2 3 ആണുള്ളത്. ആൻഡ് അതിന്റെ നൊട്ടേഷൻ നമ്മൾ ആൻഡ് എന്നാണ് കൊടുക്കാറുള്ളത്. ഈ ഒരു നൊട്ടേഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഇനി എന്താണ് ഇന്റർസെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ടു സെറ്റ് ആർ കോൾഡ് ഡിസ്ജോയിന്റ്. ഇന്റർസെക്ഷനിൽ ആരും ഇല്ല. ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണെങ്കിൽ അവരെന്താണ്? ഡിസ്ജോയിന്റ് ആണ്. എക്സാമ്പിൾ പറയാച്ച സെറ്റ് 1 2 3യും ബി ആയിട്ട് ഞാൻ 4 5ഉം കൊടുത്തു. ഇനി അടുത്തത് എ യൂണിയൻ ബി ആണ്. കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി മൈനസ് കാർഡിനാലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി അടുത്തതുള്ളത് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി. എയിലുണ്ട് ബിയിലില്ല. അപ്പോ ഇപ്പൊ ഇതില് നോക്കൂ, എ മൈനസ് ബി നമുക്ക് എന്താണ് കിട്ടുക? എയിലുണ്ടാവണം, പക്ഷെ എവിടെ ഉണ്ടാവാൻ പാടില്ല? ബിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 എന്ന് കിട്ടും അല്ലെ? അതിങ്ങനെ ആലോചിച്ചാൽ മതി. എയിലുണ്ട് ബിയിലില്ല. അപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കോംപ്ലിമെന്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ നമുക്കൊരു യൂണിവേഴ്സ് സെറ്റ് തരും 1 2 3 4 5. ഇപ്പൊ എന്റെ A 1 2 3 ആണെങ്കിൽ എ കോംപ്ലിമെന്റിൽ ആരുണ്ടാവുക? എയിലില്ലാത്ത യുയിലുള്ള എലമെന്റ്സ്, ദാറ്റ് ഈസ് 4ഉം 5 ആണ് നമുക്ക് എ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുക. അപ്പൊ അടുത്തത് നമുക്കുള്ളത് ഇതിന്റെയൊക്കെ വെൻ ഡയഗ്രാം ആണ്. എ യൂണിയൻ ബിയിൽ വെച്ചാൽ എയിലുണ്ട് ബിയിലുണ്ട്. എ ഇന്റർസെക്ഷൻ ബിയിൽ വെച്ചാൽ കോമൺ ആയിട്ടുള്ളത്. അതുപോലെ എ മൈനസ് ബി മീൻസ് എയിലുണ്ട് ബിയിലില്ല. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ പുറത്ത്. അപ്പൊ അതേ ഇങ്ങനെ മെയ് 2025 3 മാർക്കിന് ഇവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടിങ്. എ എന്ന് പറഞ്ഞിട്ട് ബി തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോളോയിങ് സെറ്റ് ഓപ്പറേഷൻസ്. എ യൂണിയൻ ബി രണ്ടിലുള്ള ആൾക്കാരാണ് എടുത്ത് വർക്ക് ചെയ്തത്. അപ്പൊ 1 2 3 4 5 6 എന്ന് കിട്ടി. എ ഇന്റർസെക്ഷൻ ബി രണ്ടില് കോമൺ ആയിട്ടുള്ളത് ആരാ? 3 4 ആണ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഇതാണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റിലുള്ള ആള് 7ഉം 8ഉം. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, സിമെട്രിക് ഡിഫറൻസ്. അതെന്താ വെച്ചാൽ കണ്ടെയ്ൻസ് ഐദർ ഇൻ എ ഓർ ബി ബട്ട് നോട്ട് ഇൻ ബോത്ത്. രണ്ടിലും ഉണ്ടാവണം, പക്ഷെ രണ്ടിലും എന്താണ്? എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവരുത്. എയിലും ഒന്നില്ലെങ്കിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാവും. രണ്ടില് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് സിമെട്രിക് ഡിഫറൻസ് എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഇതെന്താണ്? ഫൈൻഡ് സിമെട്രിക് ഡിഫറൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എയും ബിയും എഴുതി. അപ്പൊ എ യൂണിയൻ ബി എഴുതി, എ ഇന്റർസെക്ഷൻ ബിയും എഴുതി. അപ്പൊ സിമെട്രിക് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എ യൂണിയൻ ബിന്ന് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബിയില് 1 2 3 5 ആണുള്ളത്. എ ഇന്റർസെക്ഷൻ ബിയില് 1ഉം 3 ആണുള്ളത്. അപ്പൊ എ യൂണിയനിൽ ബിയില് എന്തുണ്ടാവാൻ പാടില്ല? എ യൂണിയൻ ബിയിൽ ഉണ്ടാവാം, പക്ഷെ എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ 1ഉം 3ഉം ഉണ്ടാവാൻ പാടില്ല. ബാക്കി ആരുള്ള? 2 5. എയിലും ബിയിലും സംഭവം ഉണ്ട്, പക്ഷെ എയിലും ബിയിലും കോമൺ ആയ ആൾക്കാരെ എടുത്ത് നമ്മൾ കളയന്നെ വേണം.
നമുക്ക് കുറച്ച് ലോസ് പഠിക്കാണ്ട് ഈ ലോ വെച്ചിട്ട് നമുക്ക് പലതും പ്രൂവ് ചെയ്യാനുണ്ട്. അതിന്ന് ഏത് ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കൂ, എ ഇന്റർസെക്ഷൻ യൂണിയൻ വലിയ സെറ്റിൽ നിന്ന് എന്താണ് എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെയാ കിട്ടുക? എ തന്നെയാണ് കിട്ടുക. അതുപോലെ എ യൂണിയൻ ഫൈ ചെയ്താൽ നമുക്ക് എ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ലോനെ പറയുന്നതാണ് ഐഡന്റിറ്റി ലോ. അടുത്തത് എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എന്ത് കിട്ടും? യു തന്നെ കിട്ടും. എ ഇന്റർസെക്ഷൻ ഫൈ എന്ത് വരും? ഫൈ എന്ന് കിട്ടും. അപ്പൊ ഇതിനെ പറയുന്നതാണ് ഡൊമിനേഷൻ ലോ. എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എ, അതെല്ലാം നമുക്ക് അറിയാം എ തന്നെയാണ് കിട്ടുക. ഇതിന്റെ പേരാണ് ഐഡംപൊട്ടന്റ് ലോ. അപ്പോൾ എ കോംപ്ലിമെന്റിനെ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ആണ് കിട്ടുക. അതാണ് കോംപ്ലിമെന്റേഷൻ ലോ. അടുത്തത് എ യൂണിയൻ ബി എന്ന് പറയുന്നതും ബി യൂണിയൻ എ എന്ന് പറയുന്നതും സെയിം ആണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നതും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ ജസ്റ്റ് അതിന്റെ എന്ത് മാറ്റുന്നതാണ്? ബ്രാക്കറ്റുകൾ മാറ്റുന്നതാണ്. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു, കണ്ടോ, ഇതിന്റെ ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതുപോലെ തന്നെ ഇന്റർസെക്ഷന്റെ ഇത് അസോസിയേറ്റീവ് ലോ ഇൻ യൂണിയനും ഇത് വേണമെങ്കിൽ അസോസിയേറ്റീവ് ലോ ഇൻ ഇന്റർസെക്ഷൻ എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തത് യൂണിയനും ഇന്റർസെക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? ആദ്യം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് പിക്കാണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എഴുതി, അത് കഴിഞ്ഞാൽ എ യൂണിയൻ സി. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ഒന്നില് യൂണിയനും മറ്റേതിൽ ഇന്റർസെക്ഷൻ വരുമ്പോഴാണ് നോർമൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി, ഇതിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി ഡി മോർഗൻ ലോ, നല്ല ഇമ്പോർട്ടന്റ് ആയല്ലോ. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എ എന്തായി മാറും? എ കോംപ്ലിമെന്റ് ആവും. ഇന്റർസെക്ഷൻ എന്താവും? യൂണിയൻ ആവും. ബി എന്താവും? ബി കോംപ്ലിമെന്റ് ആവും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താവും? എ എന്നുള്ള ആള് എ കോംപ്ലിമെന്റ് ആവും, യൂണിയൻ എന്താവും? ഇന്റർസെക്ഷൻ ആവും, ബി എന്താവും? ബി കോംപ്ലിമെന്റ് ആവും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ എ കോംപ്ലിമെന്റ് നമുക്ക് എന്താ കിട്ടുക? എ യൂണിയൻ എ കോംപ്ലിമെന്റ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടുക. അതുപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, ഇത് രണ്ടും ഒന്നും മറ്റേന്റെ കോംപ്ലിമെന്റും കൂടി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നൾ സെറ്റ് ആണ് വരിക. ഇത് കോംപ്ലിമെന്റ് ലോ. മറ്റേത് എന്താണ്? ഇനി ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്, എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, എ യൂണിയൻ ആണ് പുറത്തുള്ളത്, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിൽ ഒരു കുഞ്ഞു പാർട്ടാണ് വരിക. എന്റെയും ബിന്റെയും കോമൺ ആയിട്ടുള്ള ഭാഗമല്ല വരിക. പക്ഷെ ഇവിടെ എ യൂണിയൻ ഇവിടെ വരുന്നത് എന്തായാലും എന്റെ ഒരു കുഞ്ഞു പാർട്ടല്ല വരിക. നമുക്ക് വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കൂ, അപ്പൊ ഇവര് പറയണത് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ട് വരും? ഇത് വരും അല്ലെ? ഇതില് എ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ എ എന്നാണ് വിളിക്കണത്, ഇത് ബി ആണ്. ഇതില് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ ഈ ഒരു ഭാഗം കൂടി വരും. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ കിട്ടിയേക്കണത്? എ തന്നെയാണ് കിട്ടിയിരിക്കണത് അല്ലെ? അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതന്നെയല്ലേ കിട്ടാൻ പോണത്? ഇത് എന്റെ എ, ഇത് ബി ആണെങ്കിൽ ഇനി എന്താ വരുന്നത്? എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബിനെ ഞാൻ ഷെയ്ഡ് ചെയ്യണം. ഇതല്ല എന്റെ എ യൂണിയൻ ബി. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എയും കൂടി ഇന്റർസെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് വരും അല്ലെ? സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടിയത് എന്താണ്? നമുക്ക് കിട്ടിയത് എ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് ഡി മോർഗൻ ലോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാണ്. ഇതിന്റെ അർത്ഥം എന്താ? എറ്റ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് നോട്ട് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ? എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് എഴുതാം? ഇന്റർസെക്ഷൻ. ഇനി ഒരു കാര്യം
ആലോചിക്കേണ്ടത് ഇന്റർസെപ്ഷൻ. ഞാൻ അവിടെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നൊരു ഭാഗമാണത്. ഇപ്പൊ നമ്മള് എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി ആണല്ലോ. അതേപോലെ തന്നെ എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബിന്റെ അർത്ഥം എന്താ? എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. ഇനി ഞാൻ തിരിച്ചു പറയാണ്, എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ യൂണിയൻ ബിന്റെ അർത്ഥം എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ. നോർമലി ഓറാണ് എഴുതാറ്, പക്ഷെ നോട്ട് എലമെന്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ആൻഡ് എന്ന് എഴുതണം. എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി. ഇനി അടുത്തത് എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതണം? എക്സ് എലമെന്റ് നോട്ട് എലമെന്റ് ഓഫ് എ ഓർ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ് എലമെന്റ് ഓഫ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ. കാരണം ആക്ച്വലി ഇവിടെ എഴുതേണ്ടത് ആൻഡ് ആയിരുന്നു. നോട്ട് എലമെന്റ് എഴുതുമ്പോ ഓർ എന്ന് എഴുതേണ്ടത് മറക്കരുത്. എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ ഓർ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി. അപ്പൊ എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് എവിടെ? എയിലില്ലെങ്കിൽ അത് എവിടെ ഉണ്ടാവും? അതിന്റെ കോംപ്ലിമെന്റിൽ ഉണ്ടാവണം. എക്സ് എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഓർ എക്സ് എലമെന്റ് ഓഫ് ബി കോംപ്ലിമെന്റ്. ഓറിന്റെ നൊട്ടേഷൻ ആണല്ലോ യൂണിയൻ. സോ എക്സ് എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എളുപ്പമാണ്, അത്ര ടഫ് ഉള്ളതല്ല. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതെന്ത് ലോയാന്നാ പറഞ്ഞ നേരത്തെ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്യാണ്. എക്സ് എലമെന്റ് ഓഫ് ഇതെടുത്തു ഞാന്. ഇനി ഇതിന്റെ അർത്ഥം എന്താ? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി യൂണിയൻ സി ആണല്ലോ. ഇനിയിപ്പോ ഇതിനെ എനിക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി ഓർ എക്സ് എലമെന്റ് ഓഫ് സി എന്നാണല്ലോ. എന്താ ഞാൻ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ? ഇതൊക്കെ എഴുതുമ്പോ റീസൺസ് ഇപ്പുറത്തെ എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഡെഫിനിഷൻ ഓഫ് യൂണിയൻ. ഇനി എനിക്ക് എന്ത് ചെയ്യാം? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി ഓർ ഇനി എന്താണ്? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് സി. അപ്പൊ ഇതിങ്ങനെ എഴുതിക്കൂടെ? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി ഓർ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് സി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇപ്പോൾ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടും. ഓർ അവിടെ ഇരുന്നോട്ടെ. എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ സി. ഈ ഓർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? യൂണിയൻ എന്ന് വരും. സോ എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഈ ഒരു ഇവിടെ നിന്ന് ചോദിക്കാൻ മെമ്പർഷിപ്പ് ടേബിൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം മോഡൽ 2 നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഇത് ചെയ്യണ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ. നമ്മളിത് എന്തായാലും നന്നായിട്ട് ചെയ്യുന്നതാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇങ്ങനത്തെ ടേബിൾ എഴുതുമ്പോൾ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ഈ ഓർഡർ തന്നെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നോർമലി ഇത് എഴുതിയതിന് ശേഷമാണല്ലോ ക്ലാസ് എടുക്കുക. അപ്പോഴാണല്ലോ ഓരോന്ന് നമുക്ക് തോന്നലും വരിക. അപ്പോ ഇത് ഇങ്ങനെ എയും ബിയും ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടേബിൾ വരയ്ക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ വെച്ചാൽ ആദ്യം 2 0 എഴുതുന്നു. 2 ഉള്ളൂ എന്ന് വിചാരിക്കണം കേട്ടോ. ആദ്യം 2 0 എഴുതുന്നു, പിന്നെ 0 1 എഴുതുന്നു, പിന്നെ ഇവിടുത്തെ എലമെന്റ് 1 ആക്കി. അപ്പൊ ഇത് 0 1 1. ഈ ഓർഡർ ആണ് ഞാൻ ഫോളോ ചെയ്യണത്. ഓക്കെ. ഇനിയിപ്പോ 3 ആണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. എ ബി സി. ആദ്യം ഞാൻ 4 0 കൂടെ എഴുതും. 1 2 3 4. പിന്നെ ഞാൻ 4 1 എഴുതും. അപ്പൊ നമുക്ക് എന്ത് വന്നു? 1 1 1 1. അപ്പോ അത് എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഓർഡർ ചെയ്യാണ്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ? ഈ ഓർഡറിൽ അങ്ങോട്ട് എഴുതുക. അതായത് 0 0 0 1. അടുത്തത് എന്താ വരിക? പിന്നെന്താ പറഞ്ഞേ? ഇത് 1 0 1 1. ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ സെയിം ഇവിടെ എടുത്ത് എഴുതുക. 0 0 0 1 1 0 1 1. ഇതിലെ എ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ബി യൂണിയൻ സി മീൻസ് ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി. ഇത് രണ്ടും 1 ആണ്. സോ 1. ഇതിലിപ്പോ ബി 1 ആണ്, അതുകൊണ്ട് ഇത് 1. ഇതില് സി 1 ആണ്, അതുകൊണ്ട് ഇത് 1. ഇത് 2 0 ആണ്, അതുകൊണ്ട് ഇത് 0.
ഇതില് രണ്ടും 1 ആണ്, അതുകൊണ്ട് 1. ഇതില് B1 ആണ്, സോ 1. ഇതില് C1 ആണ്, അതുകൊണ്ട് ഇത് 1 ആയി. അടുത്തത് 2 0 ആയതുകൊണ്ട് 0. ഇനി A ഇന്റർസെക്ഷൻ B യൂണിയൻ C. ഇന്റർസെക്ഷന്റെ പ്രത്യേകത എന്താണ്? രണ്ടും 1 ആയാൽ മാത്രമാണ് നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ A1 ആണ്, B യൂണിയൻ Cയിലും 1 ആണ്, സോ അപ്പൊ ഇവിടെ 1 എന്ന് എഴുതി. ഇനി ഇവിടെ 2 1 ആണ്, അതുകൊണ്ട് 1 എന്ന് എഴുതി. ഇവിടെയും 2 1 ആണ്, 1 എന്ന് എഴുതി. ഇവിടെ ഇത് 0 ആയി, അപ്പൊ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ ഇത് 0 ആയി, അതുകൊണ്ട് 1 എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ 0 ആയി, 1 എഴുതാൻ പറ്റില്ല. ഇവിടെ 0 ഉണ്ട്, 1 എഴുതാൻ പറ്റില്ല. ഇവിടെ 0 ഉണ്ട്, അതുകൊണ്ട് എന്ത് എഴുതാൻ പറ്റില്ല? 1 എഴുതാൻ പറ്റില്ല. ഇനി A ഇന്റർസെക്ഷൻ B നമുക്ക് നോക്കണം. A ഇന്റർസെക്ഷൻ നേരത്തെ പോലെ തന്നെ രണ്ടും 1 ആയാൽ മാത്രമാണ് 1. ഇത് രണ്ടും 1 ആണ്, സോ ഇത് 1 ആയി. ഇത് രണ്ടും 1 ആണ്, അതുകൊണ്ട് ഇത് 1 ആയി. ഇത് 0 ആണ്, സോ 0. ഇവിടെ 0 വന്നു, ഇത് 0 വന്നു, ഇവിടെ 0 വന്നു. ബാക്കിയൊക്കെ ഫുള്ള് സീറോസ് ആണ്, അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് ഫുള്ളും 0 ആയിട്ട് വരും. A ഇന്റർസെക്ഷൻ C. ഇവിടെ രണ്ടും 1 ആണ്, സോ 1. ഇവിടെ 0 ആയതുകൊണ്ട് അടുത്തത് 0 ആയി. ഇവിടെ രണ്ടും 1 ആണ്, അതുകൊണ്ട് 1. ഇവിടെ 0 ആയതുകൊണ്ട് അടുത്ത 0 ആയി. കണ്ടോ, ഇവിടെ A മൊത്തം ഇങ്ങനെ 0 ആണ്, അതുകൊണ്ട് ഇത് ഫുള്ളും 0 ആയി. ഇനി A ഇന്റർസെക്ഷൻ B നെ നോക്കണം, യൂണിയൻ A ഇന്റർസെക്ഷൻ C നെ നോക്കണം. ഇതെങ്ങനെയാ ആദ്യം ഇത് എഴുതിയത്? ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ എത്തിയത്. ABC ഉണ്ട്, പിന്നെ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് എഴുതി. B യൂണിയൻ C, A ഇന്റർസെക്ഷൻ B, A ഇന്റർസെക്ഷൻ C, പിന്നെ ഇത് രണ്ടും എഴുതി. പിന്നെ A ഇന്റർസെക്ഷൻ B യൂണിയൻ C. ഓർഡർ ഒക്കെ ഇങ്ങോട്ടും മാറിയാലൊന്നും പ്രശ്നമില്ല, പക്ഷെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരേ ഇതായിരിക്കണം. ഇനി നമുക്ക് എന്തും കൂടി നോക്കാനുള്ളൂ? ഈ ലാസ്റ്റ് ഒരു കോളം കൂടി നമുക്ക് നോക്കാനുള്ളൂ. അപ്പോ A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ C. സോ രണ്ടും 1 ആയി. രണ്ടും യൂണിയൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് 1 ആയാലാണ് ഇത് 1 വരിക. അപ്പൊ ഇവിടെ രണ്ടും 1 ആണ്, സോ 1. ഇതിപ്പോ ഇവിടെ 1 ഉണ്ട്, അതുകൊണ്ട് 1. ഇവിടെ 1 ഉള്ളതുകൊണ്ട് ഇത് 1 ആയി. പിന്നെ ഉള്ള ഒറ്റ ടേംസ് എന്തല്ല? 1 അല്ല, അത് ഫുള്ള് 0 ആയി. ഈ ക്വസ്റ്റ്യനിൽ മാത്രമാണ് ആ ഓർഡർ കീപ്പ് ചെയ്യാണ്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇത് ഞാൻ സാധാരണ എഴുതുന്ന ഓർഡറിന് ഉൾട്ടായിട്ടാണ് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓർഡർ കീപ്പ്